ബഷീർക്ക, നിങ്ങൾ എന്നെ ചതിക്കന്നില്ലേ? നിങ്ങൾക്ക് ബീവിയും കുട്ടികളൊക്കെ ഉണ്ടല്ലേ? എന്നെ ചതിച്ചിട്ട് നിങ്ങൾ അങ്ങനെ സൂചിച്ച് ജീവിക്കണ്ട. നിങ്ങൾക്കുള്ള പണി ഞാൻ തരാം. നമ്മൾ തമ്മിലുള്ള ഈ ആഴത്തിലുള്ള ബന്ധം എല്ലാരും അറിയട്ടെ. അതിന് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട് കേട്ടാ. അല്ല ബഷീറെ, എവിടൊക്കെ അന്വേഷിച്ച് എന്താപ്പത് കഥ? ഇതാ മൊബൈലില് ഈയും കണ്ടത്. എന്താപ്പ ജി പറഞ്ഞ്? ഇനിയിപ്പ ആരപ്പത് കാണാത്ത? ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? നല്ല എന്താ പറയാ, എന്റെ പെണ്ണുങ്ങൾ അറിയോ? അല്ല, എങ്ങനെ ഇപ്പൊ ഇതുണ്ടായി? ഞങ്ങൾ ട്രെയിനിൽ ഒപ്പം യാത്ര ചെയ്തിരുന്ന ആൾക്കാരാണ്. 1-2 പ്രാവശ്യമൊക്കെ കൂൾ ബാറിലും പോയിക്കണ്. ഞങ്ങൾ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് എന്നിട്ട് വീട്ടിലൊക്കെ പോയി റൂമിലൊക്കെ എത്തി. ആ റൂമിൽ താളിലപ്പോ കണ്ടുകൊണ്ടിരിക്കണേ. അത് ഇക്കോലത്തിലാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല സുബ്രു. ഓളെന്തോ ദേശത്തിലെടുത്തിട്ട് തിരിട്ടതാണ്. അത് ഇക്കോലത്തിലാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല സുബ്രു. എന്തപ്പോ ചെയ്യാന്ന് വെച്ചാ എന്നോട് പറഞ്ഞിട്ട് കാര്യം? ഇതിപ്പോ നാട്ടുകാര് മൊത്തം കണ്ടില്ലേ? ഇനിയിപ്പോ ആരാ കാണാനുള്ള ഇപ്പത്? ഞാനൊന്നും ചെയ്യണില്ല. ഞാൻ നാടിട്ടിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോവാണ്. അന്റെ അളിയൻ വരുന്നുണ്ട്. ബാക്കിയുള്ളേ അളിയന്. ഞാൻ അതിലൊന്നുമില്ലേ, ഞാൻ എന്റെ പാട്ട്. അങ്ങനെ പറയല്ല സുബ്രു. അളിയ, എന്തൊക്കെയാണ് ഇപ്പൊ ഈ നടക്കണത്? എന്താണ് ഞാൻ കണ്ടതൊക്കെ? അല്ല, അനക്ക് പൈസക്ക് ഇപ്പൊ എന്താ അത്യാവശ്യം? പൈസ അനക്കങ്ങനെ പൈസക്ക് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ. ഈ അളിയൻ തരൂലേ പൈസ? ഇജി കണ്ണി കണ്ട ഓൺലൈൻ ആപ്പ് എന്നൊക്കെ പൈസ എടുത്തിട്ട് അവരുണ്ട് എന്റെ വീഡിയോ മോർഫ് ചെയ്തിട്ട് സകല വാട്സപ്പ് ഗ്രൂപ്പുകൾ അയച്ചേക്കണ്. മോർഫ് ചെയ്തതാണ്. എന്താവശ്യമുണ്ട് ഇതിന്റെ ഒക്കെ? മോർഫ് ചെയ്തതാണ്. ഇത് മോർഫ് ചെയ്തതാണ്. എന്റെ ഫോട്ടോ മോർഫ് ചെയ്തതാണ്. അളിയ എന്റെ ഫോട്ടോ മോർഫ് ചെയ്തേക്കാണ്. ഇത് മോർഫ് ചെയ്തിട്ടേക്കാണ്. അളിയൻ കേട്ടിട്ടില്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതുകൊണ്ട് ഇങ്ങനൊക്കെ ഒരു ഉപകാരം ഉണ്ടല്ലേ?